മക്കളെ, നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്ന, ഒരുപാട് ലക്ഷം സാലറി വാങ്ങുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുക എന്നാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ഡ്രീം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും കോംപ്രമൈസുകൾക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ നമ്മളുടെ എയിംസ്, IIT, NIT പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ നിങ്ങൾ പാസ് ഔട്ട് ആയാലാണ് ഇനിയുള്ള ജനറേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് മിസ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ ഒരു 10 വർഷം മുന്നത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെക്കാൾ ഇരട്ടി കുട്ടികളാണ് ഇന്ന് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ റേറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആവുന്ന റേറ്റും എഴുതുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ ഓരോ വർഷം തോറും കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റസ്റ്റ് ആവുക തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ നല്ലൊരു ഓപ്ഷനാണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഹയർ സെക്കൻഡറി ലോകത്തേക്ക് കടക്കാൻ പോവാണ്. ഇനി നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ +2 ഫുൾ A+ എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ കുട്ടികൾ എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു +2 ബോർഡ്സ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എൻട്രൻസ് കോച്ചിങ് ഒന്നും ഒഴിവാക്കി വെക്കും. കാരണം രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു പേടി കൊണ്ട്. അപ്പോൾ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗിൽ നമ്മൾ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ +1, +2 എക്സാമിന് നമുക്ക് ഫുൾ മാർക്സ് വാങ്ങുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള നീറ്റ്, JEE, KEAM പോലത്തെ എക്സാംസിൽ അടിപൊളി റാങ്കും ഒരേ സമയത്ത് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ +2 ഫുൾ A+ഉം അതോടൊപ്പം തന്നെ അതേ വർഷം നിങ്ങൾ +2 പാസ് ഔട്ട് ആവുന്ന സെയിം ഇയർ നിങ്ങൾ നീറ്റ് ഓർ JEE കൂടെ ക്വാളിഫൈ ആവുന്ന പോലെ നിങ്ങളെ 2 വർഷം കൊണ്ട് മോൾഡ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് +1, +2 അതിൻ്റെ കൂടെ ഈ എൻട്രൻസും ഒക്കെ കൂടെ പഠിക്കുന്നത്? ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്താൽ പോരെ? അതിനൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മിസ് എന്തായി പറഞ്ഞത്, ഞങ്ങളിപ്പോൾ +1ലേക്ക് കയറുന്നല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു IIT, എയിംസ് ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും ലിറ്ററസി ഉണ്ടായിട്ടും അവിടെ സൗത്ത് ഇന്ത്യൻസിനെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. അതിനൊരൊറ്റ റീസണേ ഉള്ളൂ, അവർ ഈ ഒരു നീറ്റ് കോച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ JEEക്ക് വേണ്ട കോച്ചിങ് ഒക്കെ അവർ നേരത്തെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്രയും കൊല്ലത്തെ പ്രാക്ടീസ് ഉള്ളവരോടാണ് നിങ്ങൾ ഈ ഒരു +2 കഴിഞ്ഞ് ഒരു ഒറ്റ കൊല്ലം ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് കമ്പീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് നമ്മളുടെ കേരളത്തിൽ ഇത്രയും ലിറ്ററസി ഉണ്ടായിട്ട് നമുക്ക് അവരുടെ കൂടെ കമ്പീറ്റ് ചെയ്ത് എത്താൻ പറ്റാത്തത്. സോ ഓൾറെഡി നിങ്ങൾ ഇത്രയും ലേറ്റായി, ഇനിയും നിങ്ങൾ വൈകിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മോശം ഡിസിഷനായിട്ട് അത് മാറും. സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മളുടെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു ബേർഡനും ഇല്ലാതെ 2 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് +2 ബോർഡ്സിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നീറ്റ് അഥവാ JEE പോലെയുള്ള എക്സാംസിൽ നിങ്ങൾക്ക് ഹൈ റാങ്ക് കൂടി പാസ്സാവുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു ഒറ്റ ഡിസിഷനിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആവാൻ വേണ്ടി പോകുന്നത്. സോ ചൂസ് വൈസ്ലി.